വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പനീർ കറിയാണ്. ഡാബ സ്റ്റൈൽ പനീർ മസാല. ആദ്യം നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ ബൗളിലേക്ക് മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ. ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ. പിന്നെ ടേമറിക് പൗഡർ 1/8 ടീസ്പൂൺ ഇതിവിടെ ഇടാം. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി, ഇതിലേക്ക് പനീർ ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാംസ് പനീറാണ്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ്സ് നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ 10 മിനിറ്റോളം ഇത് മാരിനേറ്റ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്കിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രില്ലിങ് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുക. ബ്രൗൺ ആയി കഴിയുമ്പോൾ ടേൺ ചെയ്യുക. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം റബ്ബറി ആവും. അതുകൊണ്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. എല്ലാ സൈഡിലും ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ഇത് മാറിക്കഴിയുമ്പോൾ ടേൺ ചെയ്യുക. ഓക്കെ, രണ്ട് സൈഡും ഈ ഒരു കളറായി കഴിയുമ്പോൾ എടുക്കാം. ഓക്കെ, നമ്മൾ പനീറെല്ലാം ഫ്രൈ ചെയ്തു. നമ്മൾ ബാക്കിയുള്ളത് ഈ സെയിം ഓയിലിലേക്ക് തന്നെയാണ് ചെയ്യുക. എപ്പോഴും കുറച്ചുകൂടെ രുചിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഗീയുടെ ഈ ഓയിലിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഇനി ആദ്യം നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഒരു ബേ ലീഫ്, ഒരു കാർഡമം, ചെറിയൊരു കഷ്ണം സിനമൺ, ഒരു 3 കഷ്ണം ഗ്രാമ്പൂ, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ഒരു നുള്ള കായംപൊടി. ഇത്ര സാധനം ഇതിനകത്തേക്ക് ഇടുക. കായംപൊടി ഇടുന്നത് നല്ലൊരു പിഞ്ചിടുക. ഒപ്പം തന്നെ നമുക്ക് സവോള, 2 സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, ഏകദേശം 1 കപ്പ് ഉണ്ടാവും. സവാള ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സവാള ഇടുമ്പം ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ കുക്ക് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചറും ഗാർലിക്കും കൂടെ പേസ്റ്റാക്കി നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അതൊരു 1 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ആഡ് ചെയ്യാം.
ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ കുക്ക് ചെയ്യാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ റോ സ്മെല്ല് മാറി നല്ലൊരു അറോമ വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇടുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ എടുത്തേക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. ഇത്ര സാധനങ്ങളാണ്. ഇതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇനിയും നമുക്ക് അടുത്തായിട്ട് ഇടാനുള്ളത് ടൊമാറ്റോ പ്യൂറി. ടൊമാറ്റോ പ്യൂറി എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ടൊമാറ്റോ പ്യൂറി ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഒരു 4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് ടൊമാറ്റോസ്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ മിക്സിയിലിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തേക്കുന്ന സ്കിന്നും സീഡും എല്ലാം ഉണ്ട്, എല്ലാം കൂടെ അടിച്ചെടുത്തേക്കുന്നതാണ്. അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോയുടെ ഒപ്പം ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർക്കാം, കുറച്ച് സോൾട്ട്. ആ ടൊമാറ്റോസ് നന്നായിട്ട് കുക്കാകുന്ന വരെ സോട്ടേ ചെയ്യാം. ഇതൊരു 5-6 മിനിറ്റ് എടുക്കും, 5-6 മിനിറ്റ്സ് എടുക്കും. നന്നായിട്ട് പച്ചമണം മുഴുവൻ മാറണം, അതുവരെ കുക്ക് ചെയ്യാം. അതിന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യും. നമ്മൾ 5 മിനിറ്റ്സോളം ടൊമാറ്റോസ് ഇട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ടൊമാറ്റോസിൻ്റെ റോ സ്മെല്ലും എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. കാഷ്യൂ പേസ്റ്റ്, 2.5 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റ്. ഇത് കാഷ്യൂ നട്ട്സ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരച്ചെടുത്തേക്കുന്നതാണ് ഈ കാഷ്യൂ പേസ്റ്റ്. ഇതിലേക്ക് ക്യാപ്സിക്കം എടുത്തേക്കുന്നത് 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം എടുത്തേക്കുന്നത്, 1/4 കപ്പ് റഫായിട്ട് ചോപ്പ് ചെയ്ത് അതുകൂടെ ആഡ് ചെയ്യാം. കസൂരി മേത്തി, ഉലുവ ഇല, ഓക്കെ, അത് ഒരു 1/4 ടീസ്പൂൺ അതുകൂടെ ഇടാം. പനീറിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറാണ് കസൂരി മേത്തി ഇടുമ്പോൾ. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ട അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുക. ഓക്കെ, ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് നെയ്യൂടെ ചേർക്കുകയാണ്. നന്നായിട്ട് ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് എല്ലാം ആയി. ഇതിലേക്ക് ഇനി പനീർ കുക്ക് ചെയ്ത നെയ്യോ എല്ലാം ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിക്കുക. പ്ലസ് കുറച്ച് ഗ്രീൻ ചില്ലീസ്, ഫ്രഷ് ഗ്രീൻ ചില്ലീസ് 2 എണ്ണം സ്ലിറ്റ് ചെയ്ത് അതുകൂടെ ആഡ് ചെയ്യാം. ഇനി എത്ര ഗ്രേവി വേണം, കുറച്ചിപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല തിക്കാണ്. ഒത്തിരി മസാല എപ്പോഴും ഒരുപാട് ഗ്രേവി ഉണ്ടാകത്തില്ല, വളരെ കുറച്ച് ഗ്രേവി ഉണ്ടാകത്തുള്ളൂ. എന്നാലും കുറച്ചും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. വീണ്ടും അടച്ചൊരു 5 മിനിറ്റ്സ് വെക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തു. ഇനി തുറക്കാം. ഇനിയും അടുത്ത ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ് കേട്ടോ, ക്രീം. ഞാൻ ഇച്ചിരി ക്രീം ഇടും, അതിൻ്റെ എരിവ് കുറയ്ക്കും, പുളി ഒന്ന് കട്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ട്. നിർബന്ധമില്ല. 1.5 ടേബിൾ സ്പൂൺ ക്രീം. ഈ കുറച്ച് ഉപ്പ് കുറവായെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. ഇനി ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും തിക്കായിട്ട് എടുക്കുന്നെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എടുക്കുക. കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർക്കുക. ഞാൻ വളരെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഗ്രേവി എടുക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില,
കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഡാബയിലൊക്കെ പനീർ കഴിക്കുമ്പോൾ നിറച്ച് ഇങ്ങനെ ഓയിലിങ്ങനെ കിടക്കും. നമ്മൾ അത്രയും ഓയിലല്ല കുക്ക് ചെയ്തത്, അതുകൊണ്ട് ഒരുപാട് ഓയിലില്ല. സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഗീ മേലെ വെച്ചിട്ട് ഒഴിക്കാം. നമ്മുടെ ഡാബ സ്റ്റൈലിലുള്ള ഈ പനീർ മസാല റെഡിയായി. വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രീമിന് മാത്രം നമുക്കൊരു ഓപ്ഷനില്ല, വേണമെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ചപ്പാത്തിയുടെ കൂടെ റോട്ടിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.